ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ്ലൈൻ ഫുട്ബോൾ. സോ ഒരാഴ്ചയോളമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പഴയ വാർഡ്രോബ് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി. സോ താമസ സ്ഥലം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിൽ നല്ല തിരക്കിലായിരുന്നു. സോ ഇപ്പോഴാണൊന്ന് പതുക്കും സെറ്റിലായിട്ട് വരുന്ന പുതിയ താമസ സ്ഥലത്തും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. സോ അതിൻ്റേതായ തിരക്കുകളുടെ ഇടയിൽ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. സോ ഇതായിരിക്കും നമ്മുടെ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് പരീക്ഷിച്ച് നോക്കുന്നതാണ് പുതിയ സ്ഥലത്ത്. ആ പഴയ വാർഡ്രോബ് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുകയില്ല. സോ ആഴ്സണലിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം സന്തോഷം തരുന്ന രീതിയിൽ തന്നെയാണ്. നോനി മഡുക്കേൻ്റെ സൈനിങ് ഏറെക്കുറെ കൺഫേം ചെയ്തൊരു 5 വർഷത്തെ ഡീലിൽ നോനി മഡുക്ക സൈൻ ചെയ്തതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട്സ് വരുന്നുണ്ട്, കൺഫർമേഷൻ വരുന്നുണ്ട് എന്നുള്ള. 2030 വരെ പ്ലെയർ നമ്മുടെ കൂടെ ഉണ്ടാവും. 48 മില്യൺ പൗണ്ട്സ് പ്ലസ് ആഡ് ഓൺസ് ഒക്കെ ചേർത്ത് 52 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീലിലാണ് നോനി മഡുക്ക ചെൽസിയിൽ നിന്ന് വരുന്നത്. ബുക്കായോ സാക്കയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ട് തന്നെയായിരിക്കും നോനി മഡുക്ക ആഴ്സണലിലേക്ക് വരുന്നത്. നോനി മഡുക്കിൻ്റെ കാര്യം പറയുമ്പോൾ അൺവാണ്ടഡ് ഹെയ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലെയർ വരുന്ന റൂമേഴ്സൊക്കെ വരുന്ന സമയത്ത് ആഴ്സണൽ ഫാൻസ് ഒക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. നമുക്ക് ആ പ്ലെയറിന് ഇഷ്ടമല്ലെങ്കിൽ ഇല്ല, ഞങ്ങൾക്ക് ഈ പ്ലെയറിന് ഇഷ്ടമല്ല, അതിനെ വെറുക്കുന്ന ആ ഒരു പോസിബിലിറ്റീനെ വെറുക്കുന്നതിനോട് തെറ്റില്ല. പക്ഷേ ആഴ്സണൽ പ്ലെയർ ആകുമ്പോൾ ഏറെക്കുറെ ഉറപ്പായതിനു ശേഷം ആ ഒരു പ്ലെയറിൻ്റെ അടുത്ത് ഹെയ്റ്റും കാര്യങ്ങളും കാണിക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ, സോഷ്യൽ മീഡിയ മാത്രമല്ല പബ്ലിക്കായിട്ട് തന്നെ ആ പ്ലെയറിനോട് ഹെയ്റ്റ് കാണിക്കുന്നത് ആഴ്സണൽ ഫാൻസിന് അത്ര ചേരുന്നൊരു പ്രവൃത്തിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു പോസിബിലിറ്റി നിൽക്കുന്ന സമയത്ത് ഓക്കെ ഫൈൻ, പക്ഷേ അത് കൺഫർമേഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശശേഷം പ്ലെയറിനെ തെരഞ്ഞു പിടിച്ച് ഹെയ്റ്റ് ആ പ്ലെയറിന് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ ആഴ്സണൽ പ്ലെയർ ആകാൻ പോകുന്നൊരു കളിക്കാരനാണ്, ആഴ്സണൽ ഫാമിലിയിലേക്ക് കടന്നു വരുന്നൊരു കളിക്കാരനാണ്. സോ ആ പ്ലെയറിന് എനിക്കിപ്പോൾ നല്ല ആഗ്രഹമുണ്ട്. പ്ലെയർ വന്ന് ഒരുപാട് പേരുടെ ആ ഒരു മുൻധാരണ തെറ്റിക്കണം എന്നൊരു അതിയായ ആഗ്രഹം എനിക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലെയറിനെ പറ്റി എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ നമ്മുടെ ടീമിലേക്ക് ഒരു പ്ലെയർ കടന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്ലെയർ കടന്നു വരും എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലെയറിനെ മുമ്പ് കാണിച്ച അതേ ഹെയ്റ്റോട് തന്നെ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ബട്ട് യെസ്, കുറച്ച് രീതിയിൽ നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഇത്തവണ നോനി മഡുക്കൻ്റെ കാര്യത്തിൽ ഒരുപാട് അതിർത്തികൾ വിട്ടുപോയി എന്നുള്ളത് തന്നെയാണ്. അത് പലരും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റിയോ ഫെർണാണ്ടൊക്കെ ഓൾറെഡി ഒരു പബ്ലിക് പോസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. സോ നോനി മഡുക്ക നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് എല്ലാവരെയും ഒരുപാട് പേരുടെ ഒരു ധാരണ തിരുത്താൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ പറയാനുള്ളത് ഈദൻ ന്യൂനറുടെ കാര്യമാണ്. നമുക്കറിയാം ആളുടെ കോൺട്രാക്ട് അവസാനിക്കാൻ നിൽക്കുകയായിരുന്നു. ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്ക് മറ്റുള്ള ക്ലബ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഒക്കെ കിട്ടുമായിരുന്നു. ആൻഡ് ഒരുപാട് ക്ലബ്സ് വട്ടം പറക്കുന്നുണ്ട് ഈദൻ ന്യൂനറുടെ കാര്യത്തിൽ. പക്ഷേ ഇനിയിപ്പോൾ പേടിയൊന്നും വേണ്ട, ഈദൻ ന്യൂനർ എവിടെയും പോകുന്നില്ല. 5 വർഷത്തെ ഒരു കരാർ ഈദൻ ന്യൂനർ പുതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2030 വരെ പ്ലെയർ നമ്മുടെ കൂടെ തന്നെ കാണും എന്നുള്ളതാണ്. ഹാലൈൻ പ്രൊഡക്റ്റ് ലൂയിസ് കെല്ലിയുടെ പോലെ തന്നെ ഉയർന്നു വരുന്നൊരു പ്ലെയറാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. നോനി മഡുക്കയും കൂടി വരുന്നതോടുകൂടി ആ റൈറ്റ് വിങ്ങിൽ പ്ലെയറിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവസരം കിട്ടില്ല എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്ലെയർ നിൽക്കുമോ, ഗെയിം ടൈം കിട്ടിയില്ലെങ്കിൽ പ്ലെയർ എങ്ങനെയാണ് അതിനോട് കോപ്പപ്പ് ചെയ്യുക എന്നുള്ളൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇനി ആ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നും വേണ്ട. ഈദൻ ന്യൂനർ നമ്മുടെ ഫ്യൂച്ചർ ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും 5 വർഷത്തേക്ക് എന്നുള്ളതാണ്. സോ അതൊരു സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ആൻഡ് ഉടനെ തന്നെ നമ്മൾ ക്രിസ്ത്യൻ മൊസ്കെറയുടെ കൺഫർമേഷനും ഉടനെ തന്നെ കേൾക്കുമെന്നുള്ളതാണ്. 20 മില്യൺ യൂറോസിന് താഴെയുള്ള ഒരു ഫീക്ക് വലൻസിയയിൽ നിന്നും സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ബാക്കപ്പ് പ്ലെയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നൊരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻ ഫ്യൂച്ചർ നമ്മുടെ ഒരു മേജർ പ്ലെയർ ആയേക്കാം, ആ സെൻറ്റർ ബാക്ക് പൊസിഷനിലൊരു മേജർ ഘടകമായേക്കാം ക്രിസ്ത്യൻ മൊസ്കെറ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഡിഫൻഡർ. സോ ആ ഒരു പ്ലെയറിൻ്റെ കൺഫർമേഷനും അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നമുക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ആഴ്ച തന്നെ ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൻഡ് വിക്ടർ ഗോയ്ക്കേസിൻ്റെ കാര്യം, അതിങ്ങനെ താളം പിടിച്ച് അവസാനം ഒരു 10 മില്യൺ യൂറോസിൻ്റെ ഒരു ആഡ് ഓൺ വാല്യൂവിലാണ് കടിച്ചു തൂങ്ങി കിടന്നിരുന്നത്. അതിൽ മാത്രമാണ് എഗ്രിമെൻ്റ് എത്താൻ കഴിയാതിരുന്നത്. ടോട്ടൽ 63.5 പ്ലസ് 10 മില്യൻ്റെ $10 മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺ വാല്യൂവും കൂടി ചേർത്തുള്ളൊരു പാക്കേജിൽ എഗ്രിമെൻ്റ് എത്തി എന്നുള്ളതാണ്. ആഡഡ് ഓൺ വാല്യൂ കുറച്ചും കൂടി ഈസി ആയിട്ട് തങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് സ്പോർട്ടിങ്ങിൻ്റെ വരന്താസിൻ്റെ ഒരു ഡിമാൻഡ് എന്നുള്ള ലാസ്റ്റ് പറഞ്ഞു കേട്ടത്. അത് ഏറെക്കുറെ എഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ട്സ് വരുന്നത്. സോ ഈ ഒരാഴ്ച തന്നെ ഗോയ്ക്കേസിൻ്റെ മെഡിക്കൽ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ആ ഒരു പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഏഷ്യയിലേക്ക് ടീം പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഗോയ്ക്കേസിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. സോ ആൻഡ് ഒരു ട്രാൻസ്ഫർ വിശേഷം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗ് 2 കളിക്കുന്ന സാൽഫോർഡ് സിറ്റിയുടെ വിൽ ബ്രൈറ്റ് എന്ന് പറയുന്ന 17 വയസ്സുള്ള സെൻറ്റർ ഫോർവേഡ് പ്ലെയറിനെ ലിവർപൂളാണ് റേസിൽ ഫ്രണ്ടിൽ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം ആഴ്സണൽ ലിവർപൂളിനെ ഏറെക്കുറെ കടത്തി വെട്ടി എന്ന് തന്നെയാണ് കേൾക്കുന്നത്. സോ പ്ലെയർ എന്തായാലും ഫസ്റ്റ് ടീമിലേക്ക് ആയിരിക്കില്ല വരുന്ന, ഡെവലപ്മെൻറ്റ്
ഒരു ഫേസിലായിരിക്കും പ്ലെയർ വരുന്നത്. സോ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഭാഗമായിട്ടായിരിക്കും പ്ലെയർ ആർസണലിൻ്റെ കൂടെ കൂടുക നെക്സ്റ്റ് സീസണിൽ, ഫസ്റ്റ് ടീമിലേക്ക് ആയിരിക്കില്ല. സോ ഇതൊക്കെയാണ് ആർസണലിൻ്റെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സന്തോഷം തരുന്ന ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. സോ ഇനിയിപ്പോൾ ആകെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഇബ്രച്ചി എസ്സയുടെ കാര്യമാണ്. ഇബ്രച്ചി എസ്സയുടെ കാര്യത്തിൽ ആർസണൽ ആ ഒരു 68 മില്യൺ പൗണ്ട്സിൻ്റെ ആ ഒരു റിലീസ് ക്ലോസ് ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ പേ ചെയ്യണം, അല്ലെങ്കിൽ ആ എമൗണ്ടിൽ നിന്ന് കുറച്ച് കുറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ആർസണൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ചെൽസി ആ പ്ലെയറിൻ്റെ ഏജൻസുമായിട്ട് ടോക്സ് തുടങ്ങി എന്നുള്ള രീതിയിലും റിപ്പോർട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ചെൽസി ആ ഒരു റേസിലേക്ക് കയറി വരുന്നുണ്ട്. സോ അതേപോലെ തന്നെ ബയേണിൻ്റെ ഒരു ലിങ്ക് എന്നല്ല, ബയേണിന് ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചെറിയൊരു റൂമർ കേട്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ എബ്രച്ചിയസയും അതേപോലെ തന്നെ നമുക്കൊരു ലെഫ്റ്റ് വിങ്ങറേയും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു കുറേ കാലത്തിന് ശേഷം വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ് ഗോയിക്കേസ് പോലെ സ്ട്രൈക്കറൊക്കെ വരുമ്പോൾ തന്നെ. പക്ഷേ എബ്രച്ചി എസ്സേനെയും കൂടി കിട്ടുകയാണെങ്കിൽ, എബ്രച്ചി എസ്സേയും പ്ലസ് മേ ബി ഒരു ലെഫ്റ്റ് വിങ്ങർ, അത് ഉറപ്പ് പറയുന്നില്ല, മേ ബി എബ്രച്ചി എസ്സേ മാത്രമേ ആയിരിക്കും. പക്ഷേ ആ ഒരു സൈനിങ് കൂടി നമുക്ക് സീൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ഫർ വിൻഡോ കുറേ നാൾ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു നല്ല ഓർമ്മ തന്നെയായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആർസണൽ ഫാൻസിന് എന്നുള്ളതാണ്. എന്തായാലും എബ്രച്ചി എസ്സേ പ്രീ സീസണ് മുന്നോടിയായിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല, ആ ഒരു ഡീല് അതിന് മുമ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. സോ പ്രീ സീസണിൻ്റെ ഇടയ്ക്കായിരിക്കും എബ്രച്ചി എസ്സേ ഡീല് പുൾ ഓഫ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ ടീമിനോട് ചേരാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി മറ്റുള്ള പ്രീമിയർ ലീഗ് ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ കാര്യം എടുത്ത് പറയണം. ലിവർപൂൾ നിർത്താൻ ഉദ്ദേശമില്ല അവർക്ക്. ഫ്ലോറിയൻ വിൽസിൻ്റെ റെക്കോർഡ് ട്രാൻസ്ഫറിനൊന്നുകൊണ്ടൊന്നും മതിയായില്ല, ഞങ്ങൾ അടുത്ത റെക്കോർഡ് ബിഡ് വയ്ക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ് ന്യൂകാസലിനെ അറിയിച്ചിരിക്കുന്നത്. 120 മില്യൺ പൗണ്ട്സിന് അലക്സാണ്ടർ ഇസാക്കിനെ ന്യൂകാസിൽ നിന്നും കൊണ്ടുവരാനായിട്ട് ലിവർപൂൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ബിഡ് വയ്ക്കണമെങ്കിൽ ന്യൂകാസലിൻ്റെ ഭാഗത്ത് നിന്ന് സെല് ചെയ്യാനൊരു താല്പര്യം അറിയിക്കണം എന്നുള്ള രീതി ഒരു സ്റ്റാൻഡിലാണ് ലിവർപൂൾ നിൽക്കുന്നത്. ശരിക്കും ലിവർപൂളിൻ്റെ ആ ഒരു സ്റ്റാൻസിൽ ഒരു ചെറിയൊരു ഭീഷണിയുടെ ഇതുണ്ട്. ന്യൂകാസിൽ ഇസാക്കിനെ വിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലേക്ക് നോക്കും. ആ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ, അതായത് ലിവർപൂൾ അവരുടെ ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലേക്ക് നോക്കും. ലിവർപൂളിന് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂകാസിൽ ടോക്സ് നടത്തുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക്ഫർട്ടിൻ്റെ സ്ട്രൈക്കറെ എക്കിറ്റിക്കയിലാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പ്ലെയറെ തരിക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന പ്ലെയറെ ഞങ്ങൾ കൊണ്ടുപോകാൻ നോക്കും എന്നുള്ള രീതിയിലാണ് ലിവർപൂൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ മിക്കവാറും ഇസാക്കിനെ സെല്ല് ചെയ്യാനൊരു ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു സാധ്യത എനിക്ക് തോന്നുന്നില്ല. സോ മിക്കവാറും ലിവർപൂളും ന്യൂകാസിലും എക്കിറ്റിക്കയുടെ റേസിൽ വരാനാണ് ചാൻസ് കാണുന്നത് എന്നുള്ളതാണ്. സോ ഇപ്പോൾ നേരത്തെ ഇസാക്കിൻ്റെ ട്രാൻസ്ഫർ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ നടക്കുകയില്ലെന്ന് നമ്മൾ ആർസണൽ ഫാൻസ് ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ്. സോ ആ ഒരു ഓപ്ഷൻ നമ്മൾ തള്ളിക്കളഞ്ഞതാണ്. വെയിറ്റ് ചെയ്യണമായിരുന്നോ എന്നൊരു തോന്നൽ ആർസണൽ ഫാൻസിന് ഉണ്ടോ എന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിറ്റർ ഗോയിക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ സിസ്റ്റം ഓൾറെഡി ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു കുറവിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. സോ വിറ്റർ ഗോയിക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. ഒരു വലിയ തീരാ നഷ്ടമായിട്ട് ഇസാക്കിൻ്റെ കാര്യം ഞാൻ തൽക്കാലം കൂട്ടുന്നില്ല. ആൻഡ് അവിടെ ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് അത് സങ്കടകരമായൊരു കാര്യമാണ്. ന്യൂനസിനെ നെപ്പോളി ആയിരുന്നു ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട്, സ്ട്രോങ് ഇൻട്രസ്റ്റഡ് ക്ലബ്ബായിട്ട് നിന്നിരുന്നത്. ഒരു മാസത്തോളം അതിങ്ങനെ ഓടിച്ചു. അവസാനം അവർ ലോറൻസോ ലൂക്കേനെ ഉടനേസിൽ നിന്നും സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഏറെക്കുറെ എഗ്രിമെൻ്റ് ആയി എന്നുള്ളതാണ്. 5 വർഷത്തെ ഒരു ഡീല് പ്ലെയർ സൈൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്ന. ഒരു 9 മില്യൺ യൂറോസിൻ്റെ ലോൺ ഡീല് പ്ലസ് 26 മില്യൺ യൂറോസിൻ്റെ ഒബ്ലിഗേഷൻ ടു ബൈ. സോ അങ്ങനെ ഒരു ഇറ്റാലിയൻ സ്ട്രൈക്കറെ തന്നെ നെപ്പോളിയോടെ എത്തിക്കുന്നു. ആൻഡ് ഒഫീഷ്യലി അവർ അറിയിച്ചു എന്നാണ് പറയുന്നത് ലിവർപൂളിനെ ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇനി ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. എനിവേ ന്യൂനസിന് സ്റ്റിൽ AC മിലാൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ സൗദി പ്രോ ലീഗിൽ നിന്നും ഇൻട്രസ്റ്റ് ധാരാളം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തായാലും നമുക്ക് അധികം വേഗം തന്നെ അറിയാൻ പറ്റും പ്ലെയർ എന്താണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ക്ലബ്ബ് വിട്ടു പോകുന്ന മറ്റൊരു പ്ലെയറാണ് ലൂയിസ് ഡയാസ്. നല്ലൊരു ഓഫർ വന്നാൽ പോകാൻ നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ലൂയിസ് ഡയാസ്. അവിടെ ബാഴ്സയും ബയേൺ മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ചു. അവസാനം അവരുടെ ഒരു 58.6 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ് ലിവർപൂൾ റിജക്റ്റ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. ലിവർപൂൾ പ്ലെയറെ വിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ അതിനിടയിൽ ലിവർപൂളിന് റോഡ്രിഗോനെ വേണം എന്നുള്ള രീതിയിൽ ചെറിയ റൂമേഴ്സൊക്കെ വന്നു തുടങ്ങി. അല്ല, റോഡ്രിഗോനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഒരുപാട് ക്ലബ്സ് വരുന്നുണ്ട്. ലിവർപൂളിന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. വേറെ ടോക്സ് ഒന്നും തുടങ്ങിയിട്ടില്ല, ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സ് വന്നിരിക്കുന്നത്. എന്തായാലും ലൂയിസ് ഡയാസിന് എനിക്ക് തോന്നുന്നു കൂടുതൽ എമൗണ്ട് കിട്ടാൻ തന്നെയാണ്. ബയേൺ നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആൻഡ് ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ എംബുമോൻ്റെ പിറകെയുള്ള ഓട്ടമാണ്. ബ്രെൻഫോർഡിനെ സമ്മതിപ്പിക്കണം യുണൈറ്റഡിന്. ആൻഡ് അതേപോലെ ഇപ്പോൾ ചെൽസിയുടെ നിക്കോളസ് ജാക്സന്റെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെറുതായിട്ട് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആൻഡ് സാൻജോ
യുവൻറ്റസിലേക്ക് തന്നെയായിരിക്കും മിക്കവാറും 25 മില്യൺ ഇതിനൊക്കെ താഴേക്ക് 25 മില്യനൊക്കെ താഴേക്ക് വരേണ്ടി വരും യുണൈറ്റഡിന് സാൻജോനെ ഒന്ന് ഇറക്കി വിടണമെങ്കിൽ എന്നുള്ളതാണ്. ഗർനാച്ചോ ചെൽസി ലിങ്ക്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. സോ ഇനി ലാലിഗയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ബാഴ്സയുടെ പ്രസ്റ്റീജിയസ് നമ്പർ 10 ജേഴ്സിക്ക് പുതിയൊരു അവകാശി വന്നിരിക്കുകയാണ്. അടുത്ത സീസൺ തൊട്ടില്ലേ ക്ലബിൻ്റെ സൂപ്പർ സ്റ്റാർ പ്ലെയറായ ലെമിൻ യമാൽ ആയിരിക്കും ആ ഒരു ജേഴ്സി അണിയുക, കളത്തിലിറങ്ങുക ബാഴ്സയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. സോ ലെമിൻ യമാലിൻ്റെ പുതിയൊരു ലെമിൻ യമാലിൻ്റെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നല്ല ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. ഇനി അതിലധികമായിട്ട് കാര്യം നോക്കുകയാണെങ്കിൽ ഡിപ്പോൾ ഇന്റർ മയാമിയിലേക്ക് പോകുന്നത് അതിൻ്റെ ഫൈനൽ സ്റ്റേജസിലേക്ക് എത്തി എന്നുള്ള 4 വർഷത്തെ ഡീലിലേക്കായിരിക്കും പ്ലെയർ പോവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആൻഡ് മെസ്സി ആയിട്ട് ഒരുമിച്ച് കളിക്കാനായിട്ട് ഡിപ്പോൾ അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. സോ ഇനി അത്ലറ്റിക്കോമായിട്ട് നോക്കുന്ന മറ്റൊരു പ്ലെയറാണ് ലുക്മാൻ, അറ്റ്ലാന്റയുടെ. അവിടെ ലുക്മാൻ അറ്റ്ലാന്റ വിടുന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെ ഉറപ്പായതാണ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ. സോ അത്ലറ്റിക്കോൻ്റെ ലിങ്ക്സും പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫ്രഷായിട്ട് ഇന്റർ മിലാൻ ഒരു പോസിറ്റീവ് ടോക്സിന് ശേഷം, പ്ലെയറിൻ്റെ ക്യാമ്പായിട്ട് ഒരു പോസിറ്റീവ് ടോക്സിന് ശേഷം ഒരു ഫസ്റ്റ് ബിഡ് വെക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സ് വരുന്നത്. 40 മില്യൺ യൂറോസ് വരെ പോകാവുന്ന ഒരു ബിഡായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് അറ്റ്ലാന്റ എന്തായാലും റിജക്റ്റ് ചെയ്യും. അറ്റ്ലാന്റയ്ക്ക് അതിന് കൂടുതൽ വേണം എന്നുള്ള രീതിയിലും റിപ്പോർട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇന്റർ മിലാൻ ഒരു മേജർ സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ് ലുക്മാൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. ആൻഡ് ഇനി തിരിച്ച് പ്രീമിയർ ലീഗിൽ തന്നെ ബ്രെൻറ്റ്ഫോർഡിൻ്റെ കാര്യം എടുത്തു പറയണം. എംബൂമോൻ്റെ പോക്ക് യുണൈറ്റഡിലേക്ക് പോകുന്ന കാര്യം ഏറെക്കുറെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന, എന്തായാലും സംഭവിക്കുമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് അതിനൊരു പകരക്കാരനെ കൊണ്ടുവരാൻ നോക്കുകയാണ് ബ്രെൻറ്റ്ഫോർഡ്. ഒമാരി ഹച്ചിൻസൺ, ഇപ്സ്വിച്ച് ടൗണിൻ്റെ അറ്റാക്കറായ ഒമാരി ഹച്ചിൻസിനെയാണ് അവർ കൊണ്ടുവരാൻ നോക്കുന്നത്. സോ ബ്രെൻറ്റ്ഫോർഡ് ഇപ്സ്വിച്ച് ടൗണിന് മുമ്പിൽ 35 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ് വെച്ചിരുന്നു. പക്ഷേ അത് റിലീസ് ക്ലോസ് അവിടെ എക്സ്പയർ ആയിരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആ ഒരു ഫിനാൻഷ്യൽ ടേംസിലേക്ക് അത് വന്നില്ല എന്നുള്ളതാണ്. സോ എന്തായാലും ക്ലബ്ബ് പിന്നെയും അപ്രോച്ച് ചെയ്യും. പ്ലെയറിനും ഇൻട്രസ്റ്റ് ആണ് ബ്രെൻറ്റ്ഫോർഡിലേക്ക് പോകാനായിട്ട്. സോ അതെന്തായാലും അടുത്തൊരു ബിഡോട് കൂടിയൊക്കെ മേ ബി സീൽ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അതുപോലെ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാർഷൽ യുവൻറ്റസുമായിട്ട് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിം വേ എന്ന് പറയുന്ന യുവൻറ്റസ് പ്ലെയറെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ. സോ പ്ലെയറായിട്ട് ഓൾറെഡി ഒരു എഗ്രിമെൻ്റ് എത്തിയതാണ്. ആൻഡ് ഒരു ലോൺ ഡീൽ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ ആയിരിക്കും വരിക എന്നുള്ളതാണ്. സോ ആ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഫ്രഞ്ച് ക്ലബ്ബും ഇറ്റാലിയൻ ക്ലബ്ബും തമ്മിൽ. ആൻഡ് ഗ്രാനിറ്റ് സാക്ക, അത് ആർസണൽ ഫാൻസിന് വളരെ കൗതുകരമായിട്ടൊരു ന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ്. 2 കൊല്ലം മുമ്പ് ക്ലബ്ബിൽ നിന്ന് പോയി, അവരിടയ്ക്ക് ക്ലബിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതിനുശേഷം ഒരു തരത്തിൽ ഡിമോട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഒരു ഫാൻസിൻ്റെ ഇടയിൽ ഒരു ഡിമോഷനൊക്കെ ആൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരു വമ്പൻ കംബാക്ക് ഒക്കെ നടത്തി അഗെയിൻ ഫാൻ ഫേവറേറ്റ് ആയ ഒരു പ്ലെയർ ആയിരുന്നു ഗ്രാനിറ്റ് സാക്ക. സോ സാക്ക 2 കൊല്ലം മുമ്പ് ക്ലബ്ബ് വിട്ട് പോയി. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡിസിഷൻ ഫോർ ദ പ്ലെയർ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ. കാരണം പ്ലെയറിൻ്റെ ഒരു ബുണ്ടസ്ലീഗയിൽ സാബി അലോൺസോൻ്റെ കീഴിൽ ലെവർകൂസൻ്റെ ഒപ്പം ബുണ്ടസ്ലീഗ ടൈറ്റിൽ വിൻ ചെയ്താണ്. അതും ബയേൺ മ്യൂണിച്ചിൻ്റെ ഒരു തേരോട്ടം തടുത്ത് നിർത്തി അവിടെ ബുണ്ടസ്ലീഗ വിന്നേഴ്സ് ചാമ്പ്യന്മാരായ ടീമിൻ്റെ ഭാഗമായിരുന്നു ഗ്രാനിറ്റ് സാക്ക. ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയായിരുന്നു ടീമിൻ്റെ. സോ ഇപ്പോൾ പ്ലെയർ തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരാനുള്ളൊരു സാധ്യത സണ്ടർലാൻഡ്, പ്രീമിയർ ലീഗിലേക്ക് പുതിയതായിട്ട് പ്രൊമോട്ട് ചെയ്ത് വരുന്ന സണ്ടർലാൻഡ് എന്ന് പറയുന്ന ക്ലബ്ബ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രാനിറ്റ് സാക്കയെ കൊണ്ടുവരാനായിട്ട്. അവർക്ക് പ്രീമിയർ ലീഗിൽ പിടിച്ചു നിൽക്കാനായിട്ട്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറെ തന്നെ കൊണ്ടുവരാനായിട്ട്, മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സണ്ടർലാൻഡ് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ. ടോക്സും കാര്യങ്ങളൊന്നുമില്ല, എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഷോൾഡർ സർജറി സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിലും റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആൾക്ക് ഇനി ഒരു 3 മാസത്തോളം റെസ്റ്റിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സീസണിൻ്റെ തുടക്ക ഭാഗത്തെ 1-2 മാസങ്ങൾ ആൾക്ക് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയ ഫുട്ബോൾ ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടാകാം. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ ഏർപ്പെടുത്താം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊന്നും വളർന്നു വരുന്നേ ഉള്ളൂ നമ്മുടെ സംഭവം. ആൻഡ് ഇപ്പോൾ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ലാസ്റ്റ് വീഡിയോ ആയിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു താമസം മാറുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നൊരു ഡിലേ ആണ്. നമ്മളങ്ങനെ സ്ഥിരം അങ്ങനെ ഡിലേ ഒന്നും വരുത്താറില്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.